അല്ലേ? ഇപ്പോൾ നാളെ ഇലക്ഷനാണ്, വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇലക്ഷനായിരുന്നു. നമ്മൾക്കറിയാം ഒരു മതവിഭാഗത്തിന്, അപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ ക്രിസ്തുമത വിശ്വാസികൾക്ക്, വെള്ളിയാഴ്ചയാണെങ്കിൽ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഒരു പ്രാർത്ഥനയുടെ ദിവസമാണ്. അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് വേണം എന്ന വാശി എന്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിക്കുന്നു? നാളെ ആയാലെന്താ, ഇന്നലെ ആയാലെന്താ, ഒരു പ്രയാസമില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് ഒരു അരക്ഷിതത്വ ബോധം, ലോകം നമ്മളെ ഇന്നലെ വരെ കണ്ട നമ്മളെ അല്ല ഇന്ന് കാണുന്നത് എന്ന വളരെ പ്രയാസകരമായൊരു സാഹചര്യമുണ്ട്. പിന്നെ രണ്ട്, ക്രിസ്ത്യാനികൾക്ക് എല്ലാ ക്രിസ്ത്യാനികളും ഞങ്ങളൊപ്പം എന്നല്ല, പർച്ചേസ് ചെയ്തതാണ് മിസ്റ്റർ ജയസൂര്യൻ. ഇന്ത്യ രാജ്യത്ത് നിങ്ങളുണ്ടാക്കിയ, നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്ത് കുറേ ആളുകളുടെ കയ്യിലേക്ക് വന്നു. ആ കൈ BJPയുടെ എത്തി. BJP പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പർച്ചേസ് ചെയ്ത് വന്നു. പക്ഷേ ഇന്ന് ഏകദേശം 400ഓളം ക്രിസ്ത്യൻ പള്ളികൾ മണിപ്പൂരിൽ കത്തിച്ചു കളഞ്ഞു. 100,000-ഓളം ആളുകൾ പലായനം ചെയ്തു. 50,000-ഓളം ആളുകൾ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പിനകത്താണ് താമസിക്കുന്നത്. AK-47 ആളുകളുടെ പിറകെ, സർക്കാരിൻ്റെ AK-47 നിങ്ങൾ നേരത്തെ പറഞ്ഞ, നിങ്ങളെ വിശ്വസിച്ച ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ പിറകെ ആളുകൾ ഓടിയിരിക്കുന്നത്. അവിടേക്ക് പോവാൻ, ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മകളുടെ കല്യാണത്തിന് വന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇന്ന് വരെ മിസ്റ്റർ ജയസൂര്യൻ ഒന്ന് മണിപ്പൂരിലേക്ക് പോകാൻ മനസ്സ് വന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞ വാരി കോരി കൊടുത്ത, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾ പറയും എല്ലാം മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ലളിതമായൊരു ചോദ്യം, ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന യുവതിയെ ബലാത്സംഗം ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഇനി ബലാത്സംഗം ചെയ്തതിന് ശേഷം ആ കുട്ടിയെ കൊല്ലാനുള്ള കാരണം എന്തായിരുന്നു? കുട്ടിയെ കൊന്ന് ആ സ്ത്രീ വളരെ ശക്തമായി നിലപാടെടുത്ത് പ്രതികളെ പിടിച്ചു. പ്രതികൾ അറിയപ്പെടുന്ന സംഘപരിവാർ ആളുകൾ, അവർ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നു?